പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ ലോകത്തോട് യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ ഓ മനുഷ്യരെ ഓ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട്, ഓ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് ഒട്ടേറെ അഭിസംബോധനകൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഒന്നാമത്തെ കൽപ്പന യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ. അതേ പ്രിയപ്പെട്ടവരെ, മാനവരാശിയെ മുഴുവനാണ് വിളിക്കുന്നത്. കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണക്കാരനെന്നോ പണിക്കാരനെന്നോ, ദേശക്കാരന്റെ ഭാഷക്കാരന്റെ വംശത്തിന്റെ ദേശീയതയുടെ അതേ രാഷ്ട്രങ്ങളുടെ അതിർവരമ്പുകൾക്കപ്പുറം മനുഷ്യ സമൂഹത്തെ മുഴുവൻ വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുകയാണ്. ഓ മനുഷ്യരെന്ന് വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ഒന്നാമത്തെ കൽപ്പന, വിശുദ്ധ ഖുർആന്റെ രണ്ടാം അധ്യായമായ സൂറ ബഖറയിലൂടെ മാനവരാശിയെ മുഴുവൻ വിളിച്ചുകൊണ്ട് ഖുർആൻ കൽപ്പിക്കുന്നു. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഉബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണം. അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളുടെ, നിങ്ങളുടെ പ്രപിതാക്കളെ, ഉപ്പാപ്പമാരെ, ഉമ്മാമമാരെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് അവനാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സുഷ്മാലുക്കളാവാൻ വേണ്ടി. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഈ ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നത് അവനാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഭൂമിയെ മെത്തയാക്കി തൊട്ടിലാക്കി വിരിപ്പാക്കി തന്നിരിക്കുന്നു അവൻ. ആകാശത്ത് നക്ഷത്രങ്ങളെ, ഗോളങ്ങളെ, സൂര്യനെ, ചന്ദ്രനെ, ചൊവ്വയെ, ഭൂമിയെ, ചൊവ്വയെ, വ്യാഴത്തെ, മറ്റു ഗോളങ്ങളെ ഒന്നും നിരീക്ഷിച്ചാൽ, നവഗ്രഹങ്ങളെ നിരീക്ഷിച്ചാൽ അവയിലൊന്നും തന്നെ മനുഷ്യന് ജീവവാസ യോഗ്യമായ നിലക്ക് വായുമോ വെള്ളമോ വെളിച്ചമോ അന്നമോ ഒന്നും തന്നെ ഇല്ല. ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നിരിക്കുന്നു. ഭൂമിയെ നിങ്ങൾക്കൊരു തൊട്ടിലാക്കി തന്നിരിക്കുന്നു എന്നാണ് ഖുർആൻ പരാമർശിക്കുന്നത്. എന്നിട്ടോ ഖുർആൻ പറയാണ്, ആകാശത്ത് നിങ്ങൾക്ക് വേണ്ട വെള്ളം മഴ വർഷിപ്പിച്ചവനവനാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട കായ്കനികളെ, സസ്യങ്ങളെ മുളപ്പിച്ചെന്ന്, നിങ്ങൾക്ക് വേണ്ട അന്നം ഉൽപ്പാദിപ്പിച്ചെന്ന്, നിങ്ങൾക്ക് വേണ്ട ബാർലിയും ചോളോനും നെല്ലുമൊക്കെ ധാന്യമായിട്ടും, അതുപോലെ തന്നെ ഫലവർഗങ്ങള്, പച്ചക്കറികള്, പഴങ്ങള്, തേങ്ങ, മാങ്ങ, ചക്ക, ഇതൊക്കെ നിങ്ങൾക്ക് മുളപ്പിച്ച് തന്നിരിക്കുന്നു അവൻ. അന്നം തന്നിരിക്കുന്നത് അവനാണ്. എന്നിട്ടോ നിങ്ങൾക്ക് ആകാശത്തെ എടുപ്പാക്കി തന്നിരിക്കുന്നു, മേൽക്കൂരയാക്കി തന്നിരിക്കുന്നു. ആകാശത്തെ മേൽക്കൂരയാക്കി തന്നിരിക്കുന്നു എന്ന വലിയ ഉൽക്കകൾ അത് ഭൂമിയിലേക്ക് പതിക്കാതിരിക്കാൻ സൂര്യകിരണങ്ങൾ, സൂര്യരശ്മികൾ, അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് എന്നൊക്കെ പറയുന്ന അതിമാരകമായ സൂര്യന്റെ രശ്മികളേറ്റ് നിങ്ങൾ നശിക്കാതിരിക്കാൻ വേണ്ടി ആകാശത്തെ ഓസോൺ പാളികൾ, 7 മണ്ഡലങ്ങൾ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആകാശത്തെ മേൽക്കൂരയാക്കി തന്നിരിക്കുന്നത് അവനാണ്. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, ഫലാ തജഅലൂ ലില്ലാഹി അന്താദും വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ സൃഷ്ടാവിന് പങ്കുകാരെ ചേർക്കരുത്. നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാരായ നബിമാർ മുഴുവൻ ലോകത്തിന്റെ മുമ്പിൽ വെച്ച ആദർശമാണ്. ലോകത്തോട് മുഴുവൻ അവർ ഒന്നാമതായി, പ്രഥമമായി, പ്രധാനമായി പറഞ്ഞത് ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നുള്ളതാണ്. ഇലാ ആദിൻ അഹാഹും ഹൂദ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ആദ് ജനതയിലേക്ക് ഹൂദിനെ നിയോഗിച്ചു അല്ലാഹു പ്രവാചകനോട് പറയാൻ പറഞ്ഞു, ഓ ജനങ്ങളെ, നിങ്ങൾ സൃഷ്ടാവായ അല്ലാഹുവിനെ ആരാധിക്കുക, അവനല്ലാതെ മറ്റൊരു ആരാധ്യം നിങ്ങൾക്കില്ല. വൈലാ സമൂദ അഖാഹും ശുഐബ, സമൂദ് ജനതയിലേക്ക് ശുഐബിനെ അല്ലാഹു നിയോഗിച്ചു. ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, ഓ ജനങ്ങളെ, നിങ്ങൾ ആ സൃഷ്ടാവിനെ ആരാധിക്കുക, അവനല്ലാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല എന്ന് ഖുർആൻ പറയുകയാണ്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ജനതയിലേക്കും നാം ദൂതനെ നിയോഗിച്ചിട്ടുണ്ട്. അനി അബ്ദുല്ലാഹ വജ്തനിബ് തഊത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ, എല്ലാ ദുർമൂർത്തികളെയും ഉപേക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടി എല്ലാ ജനതയിലേക്കും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഒരു ജനതയും കഴിഞ്ഞു പോയിട്ടില്ല, ഒരു താക്കീതുകാരൻ കടന്നു പോകാതെ എന്നാണ് പ്രിയപ്പെട്ടവരെ ഖുർആൻ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ പറയുകയാണ്,
ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും മുൻകഴിഞ്ഞ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശക്തമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞതും ഇത് തന്നെയാണ്. ജനങ്ങളോട് തന്റെ പിതാവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുഗ്നി അൻക ശൈഅ. ഓ പിതാവേ, നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? ലിമ തഅബുദു മാ ലാ യസ്മഉ, കേൾക്കാത്തതിന്, വലാ യുഗ്നി അൻക ശൈഅ, താങ്കൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്തതിന് എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് മഹാനായ ഇബ്രാഹിം നബി പിതാവിനോട് ചോദിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി പിതാവിനോട് തന്റെ ജനതയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിരന്തരമായി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് കേൾക്കാത്തതിന്, കാണാത്തതിന്, ഒരു ഉപകാരവും ചെയ്യാത്തതിന് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഖുർആനിലൂടെ സൂറത്തു ശൂറ 70 മുതൽ 74 വരെയുള്ള സൂക്തങ്ങളിലൂടെ ഇബ്രാഹിം നബി അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബിയോട് അവർ പറയുന്ന മറുപടി കൃത്യമായി ഖുർആൻ പരാമർശിക്കുകയാണ്. എന്താണ് ഇബ്രാഹിം നബിയോട് തന്റെ ജനത പറയുന്നത്? ഖാലൂ ബൽ വജദ്നാ അലൈഹി ആബാഅനാ കദാലിക യഫ്അലൂൻ, ഇപ്രകാരം ഞങ്ങളുടെ ഉപ്പാപ്പമാർ കാരണവന്മാർ ചെയ്യുന്നത് കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നു, അതിലപ്പുറം മറ്റൊന്നുമില്ല എന്ന് ഇബ്രാഹിം നബിയോട് അന്ന് പണ്ട് ആ ജനത പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിർഔനും പറഞ്ഞത് ഇത് തന്നെയാണ്. ഫിർഔനോട് സത്യം പറഞ്ഞപ്പോൾ ഇബ്രാഹിം, മഹാനായ മൂസാ നബിയോട് ഫിർഔൻ പറയുന്നുണ്ട്, ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, നമ്മുടെ മുൻകഴിഞ്ഞ മുൻതലമുറയുടെ പിതാക്കളുടെ കാരണവന്മാരുടെ അവസ്ഥ എന്താണെന്ന് ഫിർഔൻ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് മൂസാ നബി പറയുന്ന മറുപടി, അവരെ കുറിച്ചുള്ള അറിവ് എന്റെ റബ്ബിന്റെ അടുക്കലുണ്ട്. ഈ കിതാബിൻ വ്യക്തമായ രേഖയിൽ എന്റെ റബ്ബിന് പിഴക്കുകയില്ല, അവൻ മറക്കുകയുമില്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാം അന്ന് ഫിർഔനോട് മറുപടി പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജനതയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഇബ്രാഹിം നബിയുടെ മാർഗമാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്താണ്, ഇബ്രാഹിം നബിയുടെ പാരമ്പര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾ പിൻപറ്റണേ, നിങ്ങൾ ഈ സിട്ടി പൂജ അവസാനിപ്പിക്കണേ എന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജനങ്ങളോട് പറയുന്നു. നോക്കൂ നിങ്ങൾ, അവർ പറയുന്ന മറുപടി എന്താണ്? നിനക്ക് ഇബ്രാഹിം നബിയോട് സ്നേഹമില്ല, നിനക്ക് ഇബ്രാഹിം നബിയോട് മഹബത്തില്ല. നോക്കൂ നിങ്ങൾ, കഅബാലയത്തിലേക്ക് ഏറ്റവും വലിയ പ്രതിഷ്ഠ ഇബ്രാഹിം നബിയുടേതാണ്, പിന്നീട് ഇസ്മായിൽ നബിയുടേതാണ്, പിന്നീട് ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടേതുമാണ്. ആരാണ് ലാത്തയും ഉസ്സയും മനാത്തയും? അസ്മാഉ റിജാലി മിൻ ഖൗമി നൂഹിൻ, നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ സ്വാലിഹീങ്ങളായ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ് ലാത്തയും ഉസ്സയും മനാത്തയും. ലാത്ത എന്ന് പറയുന്ന വ്യക്തി പ്രത്യേകമായ ഒരു ഹൗല്, ഒരു ടാങ്ക് കഅബാലയത്തിന്റെ അടുത്ത് കെട്ടുകയും ഹജ്ജിന് വരുന്നവർക്ക്, ഹജ്ജാജിമാർക്ക് വെള്ളം കൊടുക്കുവാൻ വേണ്ടി സംവിധാനിക്കുകയും ചെയ്ത വ്യക്തിയാണ് ലാത്ത. ലാത്ത മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ തൊട്ടടുത്ത തലമുറ വെച്ചു, അദ്ദേഹത്തെ ഓർക്കാൻ വേണ്ടി വെച്ചതാ. തൊട്ടടുത്ത തലമുറ അദ്ദേഹത്തിന്റെ രൂപമുണ്ടാക്കി, തൊട്ടടുത്ത തലമുറ ലാത്തയെ ആരാധിക്കാൻ തുടങ്ങി. നോക്കൂ നിങ്ങൾ, ഇവർ സ്വാലിഹ്യങ്ങളായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ജനത ആരാധിച്ചിരുന്ന വദ്ദും സുവാഉം യഊസും യഊഖും നസ്റും സ്വാലിഹ്യങ്ങളായിരുന്നു എന്ന് നമുക്ക് തഫ്സീറുകളിൽ കാണാൻ കഴിയും. വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഊസ വയഊഖ വനസ്റാ, നിങ്ങൾ യഊസിനെയും യഊഖിനെയും നസ്റിനെയും വദ്ദിനെയും സുവാഅയെയും വെടിയരുത് എന്ന് ആ ജനത, നൂഹ് നബിയുടെ ജനത അവരോട് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് എന്ന് അവകാശപ്പെടുന്ന മക്കയിലെ ജനങ്ങളും പ്രവാചകനോട് പറഞ്ഞത്. അപ്പോൾ ഇവർ സ്വാലിഹ്യങ്ങളെയാണ് ആരാധിച്ചത് എന്നർത്ഥം. എന്താണ് ആരാധിക്കുന്നത്? അവർ സൃഷ്ടാവാണെന്ന് അവർ വിശ്വസിച്ചോ? അവർക്ക് അന്നവും വായുവും വെള്ളവും വെളിച്ചവും നൽകുന്നത് ഇബ്രാഹിം നബിയാണെന്നോ ഇസ്മായിൽ നബിയാണെന്നോ ലാത്തയാണെന്നോ ഉസ്സയാണെന്നോ മനാത്തയാണോ എന്ന മക്കത്തെ ജനങ്ങൾ, മക്കത്തെ മുശ്രിക്കുകൾ വിശ്വസിച്ചിട്ടുണ്ട്? ഇല്ല, ഇല്ലേ ഇല്ല. മറിച്ച് ആരാണ് അവർക്ക് അന്നം നൽകുന്നത്, വായു നൽകുന്നത്, വെള്ളം നൽകുന്നത്, വെളിച്ചം നൽകുന്നത്? അള്ളയാണ് എന്നാണ് ഖുർആൻ അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ച് സൂറത്തുൽ മുഅ്മിനൂനിൽ പഠിപ്പിക്കുകയാണ്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് മക്കയിലെ ജനങ്ങളോട് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണെന്ന് അവർ പറയും. വലഇൻ സഅൽതഹും മൻ ഖലഖകും, നിങ്ങളെ പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്,
അല്ലാഹു ആണെന്ന് അവർ പറയും. പിന്നീട് എന്തുകൊണ്ട് നിങ്ങൾ വഴിതെറ്റിക്കപ്പെടുന്നു? കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് മക്കയിലെ ജനങ്ങളോട് ചോദിച്ചാൽ അല്ലാഹു ആണെന്ന് അവർ പറയും. ഖുലിൽ ഹംദുലില്ലാ, നബിയെ പറയുക അൽഹംദുലില്ലാ പറയുക. പിന്നീട് എന്തുകൊണ്ട് നിങ്ങൾ വഴിതെറ്റിക്കപ്പെടുന്നു? നോക്കൂ, നിങ്ങൾ മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക മുശ്രിക്കുകളോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞ ചോദ്യങ്ങൾ, ആ ചോദ്യത്തിന് അവർ പറയുന്ന മറുപടി, റബ്ബിനെ കുറിച്ച് അവർക്ക് വിശ്വാസമുണ്ട്. അത് വായുവും വെള്ളവും വെളിച്ചവും നൽകുന്നത് ലോകത്തെ പടച്ച റബ്ബാണ് എന്നാണ് അവർ വിശ്വസിച്ചത്. അതല്ലാതെ ഇബ്രാഹിം നബിയോ ഇസ്മായിൽ നബിയോ ലാത്തയോ ഉസ്സയോ മനാത്തയോ അല്ല ലോകം പടച്ചത് പരിപാലിക്കുന്നത് എന്നാണ് മക്കയിലെ ജനങ്ങൾ വിശ്വസിച്ചത്. പിന്നെ എന്തിനാണ് ഇവയെ ആരാധിച്ചത്? അവരുടെ പേരിൽ നേർച്ച നേർന്നു, അവരുടെ മേലും മൃഗത്തെ ബലിയറുത്തു. അങ്ങനെ ഇതൊക്കെ അവർ ചെയ്തത് എന്തിനാണ്? അത് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇക്കൂട്ടർ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കലുള്ള ശുപാർശക്കാരാണ്. അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ ആരാധിക്കുന്നത്. അള്ളാഹിനോട് അടുക്കാൻ വേണ്ടി, അള്ളാഹിന്റെ അടുക്കൽ നിന്ന് ശഫാഅത്ത് കിട്ടാൻ വേണ്ടി അവർ ആരാധിക്കാൻ പറയുന്ന ഈ പ്രതിഷ്ഠകൾ അവർക്ക് വല്ല ഉപകാരമോ ഉപദ്രവമോ ചെയ്യുന്നു വിശ്വസിച്ചിട്ടാണോ? അല്ല. ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും ലാത്തയും ഉസ്സയും മനാത്തയും, ഒറിജിനൽ ലാത്തയും ഉസ്സയും മനാത്തയും അവർക്ക് ഉപകാരം ചെയ്യുന്നതാണ്. ഈ പ്രതിഷ്ഠകളോ വിഗ്രഹങ്ങളോ അവർക്ക് ഉപകാരം ചെയ്യുന്ന അവർ വിശ്വസിച്ചിട്ടില്ല. ആരാ പറയുന്നത്? മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ വിശ്വാസത്തെ താരതമ്യം ചെയ്തിട്ട് പറയാണ്, തീരെ അവർക്ക് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യുകയില്ല എന്ന് ഈ പ്രതിഷ്ഠകളെ കുറിച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ അവർ അതിനെ ആരാധിച്ചു. അപ്പൊ അതിന്റെ ഗുട്ടൻസ് എന്താണ്? ഈ പ്രതിഷ്ഠകളല്ല ഉപകാരം ചെയ്യുന്നത്, ഈ പ്രതിഷ്ഠയല്ല ശുപാർശ ചെയ്യുന്നത്, ഈ പ്രതിഷ്ഠയല്ല അള്ളാഹുവിനോട് അടുപ്പിക്കുന്നത്, മറിച്ച് ഈ പ്രതിഷ്ഠയെ പ്രതിദാനം ചെയ്യുന്ന ഒറിജിനൽ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ലാത്തയും ഉസ്സയും മനാത്തയും ഗുണം ചെയ്യുന്നതാണ്. അതാണ് അവർ വിശ്വസിച്ചത്. ഇവിടെ ഈ പ്രതിഷ്ഠകളെ ആരാധിക്കുന്നവർ വിശ്വസിക്കുന്നതും അത് തന്നെയാണ്. അതിന്റെ പിന്നിലുള്ള മൂർത്തിയുണ്ട്, ആ മൂർത്തി അഥവാ പിശാച് അവർക്ക് ഗുണം ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. നേരിട്ട് ഈ പ്രതിഷ്ഠകൾ ഗുണം ചെയ്യുമെന്ന് ബഹുദൈവ ആരാധകർ വിശ്വസിക്കുന്നില്ല എന്ന് കൂടി ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നിങ്ങൾ മക്കയിലെ ജനങ്ങൾ കഅബാലയത്തിന്റെ ചുറ്റും തവാഫ് ചെയ്യുകയും ഹജ്ജ് ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു അവർ. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. നോക്കൂ, നിങ്ങൾ കഅബാലയത്തിന്റെ ചുറ്റും തവാഫ് ചെയ്യുന്ന സമയത്ത് അവർ ചൊല്ലിയ തൽബിയത്ത് നമ്മൾക്ക് ഹദീസിൽ മുസ്ലിമിൽ ബുഖാരിയിലും കാണാൻ കഴിയും. എന്തായിരുന്നു അവർ തൽബിയത്ത്? അവർ തൽബിയത്ത് ചൊല്ലുമ്പോ അവരുടെ വസ്ത്രം ഊരിയെറിഞ്ഞ് ചെരുപ്പ് ഊരിയെറിഞ്ഞിട്ടാണ് അവർ തൽബിയത്ത് ചൊല്ലിയത്. എന്താണ് അതിന്റെ ഉദ്ദേശം? പാപം ചെയ്ത, തെറ്റ് ചെയ്ത വസ്ത്രവുമായി കഅബാലയം ഞങ്ങൾ തവാഫ് ചെയ്യില്ല എന്ന് അവർ തീരുമാനിച്ചു. എന്നിട്ടോ വസ്ത്രം ഊരിയെറിഞ്ഞിട്ട് അവർ തവാഫ് ചെയ്യുകയാണ്. എന്താണ് അവരുടെ തൽബിയത്ത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇത്രയും ചൊല്ലുകയാണ്. അപ്പോൾ നബി പറയാണ്, വൈലക്കും ഖദ് ഖദ് ഖദ്, മതി മതി, നിർത്തൂ നിർത്തൂ, ഇതുവരെ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുതാ ഞങ്ങൾ ഉത്തരം ചെയ്യുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നിനക്കൊരു പങ്കുകാരുമില്ല അല്ലാ എന്ന് മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞപ്പോൾ നബി പറയാണ്, വൈലക്കും, നിങ്ങൾക്ക് നാശം, ഖദ് ഖദ് ഖദ്, നിർത്തൂ നിർത്തൂ, ഇതുവരെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നാണ്. പക്ഷെ അവർ ബാക്കി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇല്ലാ ശരീകൻ ഹുവലക, ഒരു പങ്കുകാരൊഴികെ ഹുവലക്ക്, അത് നിനക്കുള്ളതാണ്. തംലികുഹു വമാ മലക, അവർക്കുള്ളത് നീ അധീനപ്പെടുത്തി കൊടുത്തതാണ്. നിന്റെ അടുക്കലുള്ള കഴിവാണ് അവർക്കുള്ളത്, ആ കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മക്കത്തെ മുശ്രിക്ക് പറഞ്ഞതാണ്, തംലികുഹു വമാ മലക, അവർ അധീനപ്പെടുത്തിയത് നിന്റെ അടുക്കലുള്ളതാണ്, നീ കൊടുത്ത കഴിവേ അവർക്കുള്ളൂ എന്നാണ്. ഇബ്രാഹിം നബിയെ കുറിച്ച്, ഇസ്മായിൽ നബിയെ കുറിച്ച്, ലാത്തയെ കുറിച്ച്, ഉസ്സയെ കുറിച്ച്, മനാത്തെ കുറിച്ച് അവർ വിശ്വസിച്ചത്. ആ പറഞ്ഞ വാക്ക് തെറ്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അവർ നമസ്കാരം നിർവഹിച്ചതായിരുന്നു എന്ന് ഖുർആനിൽ കാണാൻ കഴിയും. വമാ കാന സലാത്തുഹും മിൻദൽ ബൈത്തി ഇല്ലാ മുഖാഉം വതസ്ദീഖാ, കൊട്ടുവിളിയും കൈകൊട്ടലും ഓർപ്പുവിളിയും ഓളിയുമായിരുന്നു അവർ കഅബാലയത്തിന് മുമ്പിൽ അവർ ചെയ്തിരുന്ന ആരാധന, അവരുടെ സലാത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ അല്ലാഹുവിനെ വിശ്വസിച്ചിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. നോക്കൂ നിങ്ങൾ, അബ്ദുൽ മുത്തലിബ് സ്വന്തം പുത്രൻ എന്താണ് ഇട്ട പേര്? അബ്ദുല്ലാന. എങ്ങനെ അബ്ദുല്ല? അള്ളാന്റെ അടിമാനാണല്ലോ അർത്ഥം. അബ്ദുല്ല എന്ന പേരിടാൻ
അബ്ദുൽ മുത്തലിബിന് എവിടുന്നാ വിവരം കിട്ടിയത്? അതാണ് ഇബ്രാഹിമി മില്ലത്തിലായിരുന്നു അബ്ദുൽ മുത്തലിബ് എന്നതിന്റെ തെളിവ്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, മഹാനായ സുഹൈൽ ഇബ്നു അംർ പിന്നീട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. ഹുദൈബിയ സന്ധി കരാറിന് മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞയച്ച വ്യക്തിയാണ്. സന്ധി കരാറിൽ അദ്ദേഹം പേപ്പറിൽ എഴുതുകയാണ്, മഹാനായ അലി റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കരാർ എഴുതിയപ്പോൾ, കരാറിന് ഹെഡിങ് എഴുതിയപ്പോൾ ആ സുഹൈൽ പറയാണ് ബിസ്മില്ലാ എന്ന് എഴുതിക്കോളൂ, അർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ പാടില്ല. എന്തേ അർ റഹ്മാനിർ റഹീം എഴുതാൻ പാടില്ലാത്തത്? ഞങ്ങൾക്കറിയുന്ന റഹ്മാൻ റഹീമും യമാമയിലുള്ള റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ രണ്ട് മനുഷ്യന്മാരാണ്. അതല്ലാതെ ഒരിക്കലും തന്നെ അർ റഹ്മാൻ റഹീമായ അള്ളാനെ ഞങ്ങൾക്കറിയില്ല, അതുകൊണ്ട് ബിസ്മില്ലാ എന്ന് എഴുതിക്കോ എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട, അള്ളാന്റെ നാമത്തിലാണ് തുടങ്ങേണ്ടത് എന്ന് മക്കത്തെ മുശ്രിക്കിന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പക്ഷെ അള്ളാന്റെ ചില സിഫത്തുകളെ, ചില വിശേഷണങ്ങളെ അവർ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഒരു സംഭവം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കത്തെ മുശ്രിക്കുകളുടെ വിശ്വാസം നമുക്കുണ്ടോ എന്നുള്ള ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ പാരമ്പര്യം ഒരിക്കലും തന്നെ നമ്മുടെ പ്രപിതാക്കളുടെ ഉപ്പാപ്പമാർ, ഉമ്മാമ്മമാർ, കാക്കാകാരണവന്മാർ അത് ചെയ്തത് പ്രകാരം ചെയ്യുന്നു എന്ന് ഒരിക്കലും തന്നെ പറയാൻ പാടില്ല. മക്കത്തെ മുശ്രിക്കുകൾ അതാണ് പറഞ്ഞത്, ഞങ്ങൾ ഈ ചെയ്യുന്ന അമലൊക്കെ ഞങ്ങളുടെ കാക്കാകാരണന്മാർ ചെയ്തു എന്നാണ്. ഞങ്ങളുടെ കാക്കാകാരണവന്മാർ ഇപ്രകാരം ചെയ്യുന്നത് കണ്ടു, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് മാത്രമല്ല, ഒരു വേള അവർ അതിന് അതികടത്തി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങളുടെ കാക്കാക്കാരന്മാർക്ക് ഒരു ബുദ്ധിയില്ലെങ്കിലും ഒന്നിനെ കുറിച്ചും ചിന്തയില്ലെങ്കിലും ശരി, ഞങ്ങൾ അവരുടെ പാരമ്പര്യത്തെ പിൻപറ്റുമെന്ന് പറഞ്ഞു. ആ മൂന്നാമത്തെ പോയിന്റ് അവർ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കില്ല. അല്ലാഹുവേ, നിന്റെ അടുക്കൽ നിന്നുള്ള സത്യമാണിതെങ്കിൽ ആകാശത്ത് ഞങ്ങളുടെ തലയിലൂടെ കൽമഴ വർഷിപ്പിക്കണമേ, അതല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവരണമേ. എന്നാലും ശരി, ഞങ്ങൾ അതിനെ പാരമ്പര്യത്തെ തള്ളിപ്പറയില്ല എന്ന് മക്കത്തെ മുശ്രിക്ക് അന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. നമ്മുടെ കാരണവന്മാർ അവർ ഒന്നോ രണ്ടോ മൂന്നോ തലമുറ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കാരണവന്മാർ? ഇവിടെയുള്ള ഹൈന്ദവരല്ലേ, ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളല്ലേ? അതല്ലേ കാളി ഉമർ പറഞ്ഞത്, പറങ്കോടന് പണിക്കരൂ. നിങ്ങളുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ തലമുറ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളാണ്. അപ്പോ ആ പാരമ്പര്യം ശരിയല്ല എന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കുകയും തള്ളിപ്പറയുകയും ചെയ്ത കാരണവന്മാരാണ് നമുക്കുള്ളത്. അവർ ചിന്തിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മൾ നമ്മുടെ തൊട്ട മുൻപിലുള്ള കാരണവന്മാരെ നോക്കാൻ ഒരിക്കലും ഇസ്ലാമിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് പിഴക്കും. അത് ഇബ്രാഹിം നബിയുടെ ജനത പറയുന്നതാണ്, ഫിർഔൻ എന്ന് പറഞ്ഞതാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കത്തെ മുശ്രിക്ക് പറഞ്ഞതാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, മഹാനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പിൻപറ്റാൻ പറഞ്ഞത് ആരെ പിൻപറ്റാനാ? ഖൈറുന്നാസി ഖർനി തുമ്മ അല്ലദീന യലൂനഹും തുമ്മ അല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ തലമുറ എന്റെ തലമുറ, പിന്നീട് തൊട്ടടുത്ത് വരുന്ന തലമുറ, പിന്നീട് തൊട്ടടുത്ത് വരുന്ന തലമുറ. ഒന്നാമത്തെ തലമുറ സഹാബത്തിന്റെ തലമുറ, ഞാൻ അടക്കമുള്ള സഹാബത്തിന്റെ തലമുറ. രണ്ടാമത്തെ താബീങ്ങളുടെ തലമുറ, മൂന്നാമത്തെ താബീങ്ങളുടെ തലമുറ. ഇതിനെ പിൻപറ്റാനാണ് റസൂൽ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസിൽ കാണാം, എനിക്ക് ശേഷം നിങ്ങൾ രണ്ടാളുടെ മില്ലത്തിനെ പിൻപറ്റിക്കോളൂ, അബൂബക്കറിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണേ. മറ്റൊരിടത്ത് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വസയറ ഇഖ്തിലാഫൻ കതീറ, എനിക്ക് ശേഷം ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കാണും. ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, മഹാരഥന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യ നിങ്ങൾ പിൻപറ്റണം. വഅദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളത് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം.
എന്ന് നബി പറഞ്ഞു. മറ്റൊരിടത്ത് പറഞ്ഞു, നിങ്ങൾ അൽ ഫിർഖത്തുൻ നാജിയ പിൻപറ്റണം. ആരാണ് അൻ നാജിയ എന്ന് പറഞ്ഞാൽ മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ അതിനെ നിങ്ങൾ പിൻപറ്റണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സമൂഹം പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന പാത മാതൃക ആരുടേതാണ്? ഈ കാക്കാക്കാരന്മാർ കൊണ്ടുവന്നിട്ടുള്ള മാലകള്, മൗലീദുകൾ, റാത്തിബികൾ, കുത്തുബിയ്യത്തുകൾ, ഇതല്ലേ? ഇതിന്റെയൊക്കെ ചരിത്രം എത്രയുള്ളൂ കുട്ടിയെ? 1500 കൊല്ലത്തെ പഴക്കണ്ടോ? മഹാനായ മാലിക് ദീനാറും കൂട്ടരും കൂടി വരുമ്പോ കപ്പലിൽ കൊണ്ടുവന്നാണോ? അല്ല. നോക്കൂ നിങ്ങൾ, ഇവിടെ കാര്യമായിട്ട് ഓടുന്ന മൗലൂദാണ് മങ്കൂസ് മൗലൂദ്. അതിന്റെ പഴക്കം എത്രയെന്ന് അറിയോ നിങ്ങൾക്ക്? അതിന്റെ പഴക്കം 425 കൊല്ലം. ആരാണ് എഴുതിയത്? പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂമാണെന്ന് പറയപ്പെടുന്നു. ഉറപ്പില്ല. ആരാ അങ്ങനെ പറഞ്ഞത്? സമസ്തയുടെ ഒന്നാമത്തെ പ്രസിഡന്റ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ വാഴക്കാട് മങ്കൂസ് മൗലൂദിന് തർജ്ജമ ചെയ്തിട്ടുണ്ട്, പരിഭാഷ. അതിന് പറഞ്ഞതാണ് ഇത് സൈനുദ്ദീൻ മഖ്ദൂമാണെന്ന് പറയപ്പെടുന്നു എന്നാണ്. ഉറപ്പില്ല. ഇനി സൈനുദ്ദീൻ മഖ്ദൂമാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ അതിന്റെ പഴക്കം എത്ര? 425 കൊല്ലം. അപ്പൊ 425 കൊല്ലം മുമ്പുള്ള മുസ്ലിങ്ങൾ മങ്കൂസ് മൗലൂദ് ഓതിയിട്ടുണ്ടോ? ഇല്ല, ഇല്ലേ, ഇല്ല. ഇനി കുത്തുബിയ്യത്തിന്റെ പഴക്കം എത്ര? 500 കൊല്ലം. ആരാണ് എഴുതിയത്? തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിൽ ജനിച്ചിട്ടുള്ള സദഖത്തുള്ള മുസ്ലിയാർ എഴുതിയതാണ്. സദഖത്തുല്ലാഹിൽ കാഹിലി എന്നാ പറയാ. കായൽ പട്ടണത്തുകാരനായ സദഖത്തുള്ള മുസ്ലിയാർ എഴുതിയിട്ടുള്ളതാണ് കുത്തുബിയ്യത്ത്. അപ്പൊ 500 കൊല്ലം മുമ്പുള്ള മുസ്ലിങ്ങൾ കുത്തുബിയ്യത്ത് ഓതിയിട്ടുണ്ടോ? ഇല്ല, ഇല്ലേ, ഇല്ല. ഇനി മുഹ്യദ്ദിമാല എടുക്കാം. എത്ര അതിന്റെ പഴക്കം? 425 കൊല്ലം. അതിന്റെ 400ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. എവിടെ വെച്ചാണ്? കൊണ്ടോട്ട് വൈദ്യുതി സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. 2014 അതിന്റെ 400ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ 425 കൊല്ലം മുമ്പുള്ള മുസ്ലിങ്ങളെ മുഹയ്യദ്ദിമാല പാടിയിട്ടുണ്ടോ? ഇല്ല, ഇല്ലേ, ഇല്ല. പണ്ടൊരു വല്ലിപ്പാടെ കഥ പറയാണ്ട്. ആ വല്ലിപ്പ അങ്ങാടിയിലൂടെ ഒരു കൊട പിടിച്ചു നടക്കും. ആ കൊട ഇങ്ങനെ പിടിച്ചു നടക്കുമ്പോ വല്ലിപ്പ പറയും, പേരക്കുട്ടി ഗൾഫിൽ നിന്ന് കൊടുത്തയച്ച കൊടനാ. കുറച്ചു കാലം കഴിഞ്ഞ് അതിന്റെ പിടിമാറ്റി ഇപ്പോഴും പേരക്കുട്ടി കൊടുത്തയച്ച കൊടയാണ്. കുറച്ചു കാലം കഴിഞ്ഞ് അതിന്റെ വടിമാറ്റി ഇപ്പോഴും പേരക്കുട്ടി കൊടുത്തയച്ച കൊടയാണ്. കുറച്ചു കാലം കഴിഞ്ഞ് അതിന്റെ ശീല മാറ്റി ഇപ്പോഴും പേരക്കുട്ടി കൊടുത്തയച്ച കൊടയാണ്. കുറച്ചു കാലം കഴിഞ്ഞ് അതിന്റെ മൂട് മാറ്റി ഇപ്പോഴും പേരക്കുട്ടി കൊടുത്തയച്ച കൊടയാണ്. വില്ല് മാറ്റി പേരക്കുട്ടി കൊടുത്തയച്ച കൊടയാണ്. കൊട മുഴുവൻ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ വല്ലിപ്പ കൊട മാറിയ വിവരം അറിഞ്ഞിട്ടില്ല. ഇതേപോലെയാണ് പ്രിയപ്പെട്ടവരെ, മഹാനായ മാലിക് ദീനാറും കൂട്ടരും കൊണ്ടുവന്ന ഇസ്ലാമാകുന്ന കൊട. ആ കൊട കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിന്റെ പിടിപൊട്ടി അവിടെ മുഹയ്യദ്ദിമാല കയറി, വടിപൊട്ടി അവിടെ റൂഫായി മാല കയറി, അതിന്റെ ബില്ല് പൊട്ടി അവിടെ കുത്തുബിയ്യത്ത് കയറി, അതിന്റെ ശീല കയറി അവിടെ മങ്കൂസ് കയറി. ഇങ്ങനെ ഓരോന്ന് കയറി പുത്തൻ ആചാരമായി, പുത്തൻ താവഴി ബിദ്അത്ത്. 400 കൊല്ലം മുമ്പ്, 500 കൊല്ലം മുമ്പ്, 425 കൊല്ലം മുമ്പ്, 450 കൊല്ലം മുമ്പ് ഈ ഇസ്ലാമാകുന്ന കൊട മുഴുവൻ ബിദ്അത്തായി മാറിയിട്ടുണ്ട്. അത് ഇപ്പാപ്പ അറിഞ്ഞിട്ടില്ല എന്നാണ് സൂചിപ്പിച്ചു വരുന്നത്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഈ മാലകൾ ആരാണ് എഴുതിയെന്ന് വല്ല അഡ്രസ് ഉണ്ടോ? ഞാനിപ്പോ കാര്യമായിട്ട് ഓതുന്ന മൗലൂദിന്റെ കഥ പറഞ്ഞത് ഇത് സൈനുദ്ദീൻ മഖ്ദൂമാണെന്ന് പറയപ്പെടുന്നു. ബാക്കിയൊന്നും അഡ്രസ്സേ ഇല്ല. അതിന്റെ കാരണം ഇതൊക്കെ എവിടെ നിന്നറിയോ? ഇത് കൊണ്ടോട്ടി തരീഖത്ത് മുഖേന, ഷിയാക്കൾ മുഖേന വന്നതാണ്. പണ്ട് 2 കൈയുണ്ടായിരുന്നു, കൊണ്ടോട്ടി കൈയും പൊന്നാനി കൈയും. ആ കൊണ്ടോട്ടി കൈക്കാര് പൊന്നാനി കൈക്കാരോട് പറയുന്ന പാട്ടെന്തായിരുന്നു അറിയോ? അഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർക്ക് അദാബില്ല. അഹമ്മദ് ഷാ അള്ളാന്റെ വലിയാണ്, മുരീദന്മാർക്ക് അദാബില്ല. പൊന്നാനി കൈക്കാർ മറുപടി പാടി. എന്തായിരുന്നു മറുപടി? അഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർക്ക് അദാബുണ്ട്. അഹമ്മദ് ഷാ അള്ളാന്റെ വലിയല്ല, മുരീദന്മാർക്ക് അദാബുണ്ട് എന്ന് അന്ന് പൊന്നാനി കൈ മറുപടി പാടിയിട്ടുണ്ട്. കൊണ്ടോട്ടി കൈക്കാരുടെ താവലിയിലൂടെ വന്നതാണ് ഈ സബീന കിതാബും ഈ മാല മൗലൂദുകളും. 555 വക, 665 വക, 775 വക എന്ന് പറയുന്ന ദിക്റുകളൊക്കെ അവരുടെ താവലിയിൽ വന്നതാണ്. അത് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ മാലകളിലൂടെ ആരെ വിളിക്കാനാ പറയുന്നത്? ഷെയ്ഖ് ജീലാനിയെ വിളിക്കാനാ പറയുന്നത്. ഷെയ്ഖ് ജീലാനി അവർകള് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇന്നെ വിളിച്ചോളി, ഞാൻ കാവൽ നൽകാമെന്ന് ഷെയ്ഖ് ജീലാനി പറഞ്ഞിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഖുർആൻ എന്താ പറയുന്നത്? നിങ്ങൾ അവരെ വിളിച്ചു നേടിയാൽ, അവരോട് വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല. ഇനി വാദത്തിന് വേണ്ടി കേട്ടു എന്ന് സങ്കല്പിച്ചാലും മസ്തജാബൂലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യില്ല. ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ വിളിച്ചു തേട്ടമാകുന്ന, വിളിച്ചു പ്രാർത്ഥനയാകുന്ന ഈ ശിർക്കിനെ മഹാന്മാർ നാളെ പരലോകത്ത് വെച്ച് നിഷേധിക്കും. ഞാൻ വിളിക്കാൻ പറഞ്ഞില്ലോ, ഇന്നെ വിളിച്ചു തേടിക്കോന്ന് പറഞ്ഞിരുന്നോ എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് ചോദിക്കും.
സഹോദരങ്ങളെ, ഒരു 10 മിനിറ്റ് കൂടി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ സാബോധം സശ്രദ്ധം കേൾക്കണമെന്ന് അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, മഹാനായ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ 3 ഗ്രന്ഥങ്ങളുണ്ട്. ഫത്ഹുർ റബ്ബാനി, ഫുതൂഹുൽ ഗൈബ്, ഉംദത്തുൽ താലിബി. ഇത് ഷെയ്ഖ് ജീലാനിയുടെ ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ എന്നെ വിളിച്ച് തേടിക്കോളൂ എന്ന് അവിടെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഷെയ്ഖ് ജീലാനി തന്റെ ഫത്ഹുർ റബ്ബാനിയിൽ പറയാണ്, യാ ഫുലാനു കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓ മുസ്ലിം സഹോദര, എങ്ങനെ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയും? വഫീ ഖൽബിക കം മിൻ ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളാണ്. കുല്ലു ഷൈഇൻ തഅതമദു അലൈഹി വതതഖു ബിഹി ദുനല്ലാഹി വഹുവ സനമുക. അല്ലാഹുവിന് പുറമെ അത്താണിയായി, അവലംബമായി, സഹായഹസ്തമായി നീ ആരെയൊക്കെ കാണുന്നുവോ അത് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള പ്രതിഷ്ഠയാണ്, വിഗ്രഹമാണ്. ഏതെങ്കിലും നാട്ടക്കുറി വെച്ച് നാട്ടി നിർത്തിയതിനെ ആരാധിക്കൽ മാത്രമല്ല, അള്ളാഹ്ക്ക് പുറമെ നീ ഒരു അത്താണിയെ കണ്ടിട്ടുണ്ടോ അത് നിന്റെ ഖൽബിന്റെ ഉള്ളിലുള്ള പ്രതിഷ്ഠയാണ്, വിഗ്രഹമാണ് എന്നാണ് ഷെയ്ഖ് ജീലാനി പറയുന്നത്. എന്നിട്ട് പറയാണ്, ലാ യൻഫഉക തൗഹീദുൽ ലിസാനി വഅശ്റഖുൽ ഖൽബ്. നിന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരുവിധ ഫലവുമില്ല, നിന്റെ ഖൽബിന്റെ ഉള്ളിൽ ശിർക്കാണ് എന്നാണ് ഷെയ്ഖ് ജീലാനി പറയുന്നത്. നോക്കൂ നിങ്ങൾ, മഹാനായ ഫലക്കി മുഹമ്മദ് മൗലവിയുടെ ഒരു വരി കവിത ഞാൻ പാടാം. വലൗ അഖദ പൂച്ചത്തകാലം വവാലഹ ഫതസ്മഉ കീകീകി ഫലാ തതകല്ലമു. പൂച്ച തത്തയുടെ കാലും വാലും കൂട്ടി പിടിക്കാണ്. പൂച്ച തത്തയുടെ കാലും വാലും കൂട്ടിപ്പിടിക്കാൻ മട്ടുപ്പാവിലെ മനോഹരമായ കൂട്ടിൽ നിന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ ചൊല്ലിയിരുന്ന തത്തയുടെ കാലും വാലും കൂട്ടിപ്പിടിച്ച് പൂച്ച തത്തയെ മയ്യത്താക്കാൻ വേണ്ടി വരികയാണ്. ആ സമയത്ത് തത്ത എന്താ പറയുന്നത്? കീ 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 എന്ന് മാത്രമാണ്. തത്തക്ക് അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കിട്ടുന്നില്ല. എന്തേ കാരണം? തത്തയുടെ കൊക്കില് മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളൂ. ഖൽബിന്റെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. ഖൽബിന്റെ ഉള്ളിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇറങ്ങണം. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖബലി നഫ്സിഹി ദഖലൽ ജന്ന. ആരെങ്കിലും തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിട്ടു പറഞ്ഞോ അവൻ സ്വർഗ്ഗത്തിൽ കടന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ ചില ആളുകൾ പറഞ്ഞു, ഞങ്ങളൊക്കെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുള്ളതാണ്, ഞങ്ങൾക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഴക്കുമെന്നാണ് ചില ആളുകൾ ചോദിക്കാറുള്ളത്. പഴക്കുമെന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ തന്നെ തൗഹീദിൽ നിന്ന് പഴക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ ഏറ്റവും വലിയ മുനാഫിക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ്. പക്ഷേ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ അടിത്തട്ടിലാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ, അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്നീ വ്യക്തികൾ എന്ന് നമ്മൾ ഇവിടെ ചരിത്രം കൂട്ടി വായിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? വസതഖും ലാ തഖും സഅതു ഹത്താ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ലാഹിരീന അൽ ശിർക്ക്. എന്റെ ഉമ്മത്തിൽ നിന്ന് പ്രത്യക്ഷമായ ഒരു വിഭാഗം, ഒരു ഖബൈല, ഒരു ഗോത്രം തന്നെ ശിർക്കിലേക്ക് പ്രത്യക്ഷത്തിൽ പോകാതെ ഖിയാമത്ത് സംഭവിക്കുകയില്ല. വസതഖൂമു സ്സഅ ലാ ഹത്താ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി അലാ ഇബാദത്തിൽ ഔസാൻ. വിഗ്രഹങ്ങളെ എന്റെ ഉമ്മത്ത് ആരാധിക്കാതെ ഖിയാമത്ത് സംഭവിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് മരണസമയത്ത് പറഞ്ഞ വാക്കുണ്ട്. എന്താണ് പറഞ്ഞത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ. യഹൂദി നസാറക്കൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. അംബിയാക്കളുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി എന്നാണ്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അംബിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്ന അവസ്ഥാവിശേഷം ഇന്ന് മുസ്ലിം ഉമ്മത്തിനില്ലേ? റസൂൽ പറഞ്ഞിട്ടില്ലേ? ഹദീസ് 100 കണക്കിന് ഹദീസില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സിൽ ഖബറ, ഖബറിനെ എടുപ്പുണ്ടാക്കുന്നത്, അത് കുമ്മായം അടിക്കുന്നത്, വയ്യുബ്ന അലൈഹി, ഖബർ ഉയർത്തി പൊക്കി എടുപ്പുണ്ടാക്കുന്നത്, കുമ്മായം അടിക്കുന്നത്, വയ്യക്കദ അലൈഹി, ഖബറിൽ ഇരിക്കുന്നത് റസൂൽ നിരോധിച്ചിട്ടുണ്ട് എന്നാണ് ഹദീസിലുള്ളത്. നോക്കൂ നിങ്ങൾ, റസൂൽ പറഞ്ഞു 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ പുണ്യം പ്രതീക്ഷിച്ചിട്ട് സിയാറത്ത് പോകാൻ പാടില്ല എന്നാണ്. ലാ തശുദ്ദു റിഹാല ഇല്ലാ ഇലാ സലാസത്തി മസ്ജിദ്. 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ച് നിങ്ങൾ സിയാറത്ത് പോകരുത്. ഏതൊക്കെയാണ് ആ പള്ളികൾ? മസ്ജിദുൽ ഹാദാ, ഒന്നെന്റെ മദീനത്തെ പള്ളി, വമസ്ജിദുൽ ഹറാം, മക്കത്തെ പള്ളി, വമസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ് എന്ന ഫലസ്തീനിലെ പള്ളി. ഈ 3 പള്ളികളിലേക്ക് മാത്രമേ നിങ്ങൾ വാഹനം, വസ്ത്രം, ഭക്ഷണമൊക്കെ ഏർപ്പാടാക്കി ഷദ്ദുർ റിഹാൽ,
യാത്ര കെട്ടിപ്പുറപ്പെട്ടു പോകാൻ പാടുള്ളൂ എന്നാണ്. പക്ഷേ ഇന്ന് മുസ്ലിം ഉമ്മത്ത് മസാറുകളിലേക്ക് യാത്ര പോവുകയാണ്. നാഗൂരിലേക്ക്, അജ്മീറിലേക്ക്, CM-ന്റെ മക്കാമിലേക്ക്, മുത്തുപ്പേട്ടയിലേക്ക് പോകുന്നു. അവിടെ പോയിട്ട് എന്താണ് പറയുന്നത്? മഹാനെ വിളിച്ചു തേടുകയാണ്, അവിടെ സഹായം തേടുകയാണ്. അവർ കാണും, അവരുടെ പ്രശ്നം അറിയും, അവന്റെ വിഷമം അറിയും, അവരുടെ പേരിൽ നേർച്ച നേരുന്നു. ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലുമില്ല. 1000 വട്ടം ശൈഖ് ജീലാനിയെ വിളിക്കുന്ന ആളുകളുണ്ട്. എന്താണ് അതിന്റെ ഗുട്ടൻസ്? 1000 വട്ടം കൊല്ലത്തിലൊരിക്കൽ എന്റെ വീട്ടിൽ വെച്ച് വിളിച്ചാൽ അവിടെ വെച്ച് പ്രയാസങ്ങൾ നീങ്ങിയാണ്. യഥാർത്ഥത്തിൽ ഷൈത്താൻ ആ വീട്ടിൽ ഫിത്തനുണ്ടാക്കിയായിരുന്നു. ഷൈത്താൻ അതോടുകൂടി ആ കൊല്ലത്തിലൊരിക്കൽ വിളിക്കുമ്പോ ഷൈത്താൻ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഈ സാധു വിചാരിക്കുന്നത് എന്താ അറിയോ? സാധു വിചാരിക്കുന്നത് മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഇവിടെ ഹാജരായി, എന്റെ വീട്ടിലെ പ്രശ്നം പോയി എന്നാണ്. യഥാർത്ഥത്തിൽ ഷൈത്താനാണ് പ്രിയപ്പെട്ടവരെ ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഷൈത്താൻ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവൻ 1000 വട്ടം മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചോ, നേരാവണമെങ്കിൽ വിളിച്ചോന്നാണ്. അങ്ങനെ ശിർക്കിലേക്ക് തളച്ച് അവൻ നരകത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉറപ്പിച്ചിട്ടാണ് ഷൈത്താൻ ആ വീട് വിട്ടിറങ്ങുന്നത്. നോക്കൂ നിങ്ങൾ, മുഹ്യിദ്ദീൻ മാല, അതായത് കുത്തുബിയ്യത്ത്, ആ കുത്തുബിയ്യത്തിന്റെ തുടക്കത്തിൽ എന്താണ് പറയുന്നത്? യാ കുത്തുബ അഖ്ലിസ് സമാ വൽ അർള ഗൈസഹുമാ യാ ഫൈല ഐനൈ വജൂദൈഹിം വഗൈസഹുമാ. യാ കുത്തുബ അഖ്ലിസ് സമാ, ആകാശഭൂമികളുടെ കുത്തുബായിട്ടുള്ളവരെ, വൽ അർള ഗൈസഹുമാ, ആകാശത്തിലും ഭൂമിയിലും വേണ്ട അരുവിയും മഴയും ഒഴുക്കുന്ന മഹാനേ. ഞാൻ പറഞ്ഞ അർത്ഥം കേട്ടോ. സമസ്തയുടെ പണ്ഡിതനായിട്ടുള്ള പാറന്നൂർ PP മുഹമ്മദ് കുട്ടി മുസ്ലിയാർ ഈ കുത്തുബിയത്തിന് എഴുതിയ പരിഭാഷയിലെ അർത്ഥമാണ്. ഷെയ്ഖ് ജീലാനിയാണ് ആകാശത്ത് മഴ വർഷിപ്പിക്കുന്നത് എന്നാണ് കുത്തുബിയത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്. എന്നിട്ടോ 1000 വട്ടം വിളിക്കാൻ എന്റെ പേര് ആരെങ്കിലും 1000 വട്ടം വിളിച്ചാൽ, നിശ്ചയദാർഢ്യത്തോടെ വിളിച്ചാൽ, അവന്റെ ഭൗതിക ചിന്തകൾ വിട്ടു വിളിച്ചാൽ, എന്നെ വിളിച്ചു എന്ന കാരണത്താൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യും. അതുകൊണ്ട് എന്ന് അവൻ വിളിക്കട്ടെ. എങ്ങനെ വിളിക്കണം? 12 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണം. ഇഖ്ലാസ് ഓതി, ഫാത്തിഹ ഓതി, 12 റക്അത്ത് ഖുശൂഅോടെ, ഖുലൂഅോടെ, ഭക്തിയോടെ നിസ്കരിച്ചതിന് ശേഷമേ എന്നെ 1000 വട്ടം വിളിക്കണം. ഈ 12 റക്അത്ത് ആരാ പഠിപ്പിച്ചത്? ഷെയ്ഖ് ജീലാനി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 12 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം വേണം 1000 വട്ടം മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാൻ. എങ്കിൽ അജബ്തുഹു മുസ്രിആ, അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്നാണ് ഇവിടെ കുത്തുബിയത്തിലൂടെ പഠിപ്പിക്കുന്നത്. എന്നാൽ മുഹ്യിദ്ദീൻ മാലയിൽ പഠിപ്പിക്കുന്നതോ? മുഹ്യിദ്ദീൻ മാലയിൽ വിളിച്ചാ വിളി പുറത്ത് കേൾക്കുന്നതാണ്. എന്നെ വിളി പോർക്ക് കൂടാതു തീരം ചെയ്യും ഞാൻ എന്നവർ വല്ല നിലത്തുനിന്നും വല്ല ഭൂമിയിൽ നിന്നും വിളിച്ചാൽ വായ കൂർണതിന് മുമ്പ് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഷെയ്ഖ് ജീലാനി പറഞ്ഞു പോൽ എവിടെ? മുഹ്യിദ്ദീൻ മാലയിൽ. അപ്പൊ നിങ്ങൾ നോക്കൂ, അവിടെ ഒറ്റ വിളിക്ക് ഉത്തരം കിട്ടും. ഇവിടെ 12 റക്അത്ത് നിസ്കരിച്ച് 1000 വട്ടം വിളിക്കണം. വൈരുദ്ധ്യായിലെ വൈരുദ്ധ്യായി. അതാണ് അഫലായതദബ്ബറൂനൽ ഖുർആൻ. ഈ ഖുർആനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നല്ല ഖുർആനെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കതീറാ, ധാരാളം വൈരുദ്ധ്യങ്ങൾ, വൈപരീത്യങ്ങൾ, വിപരീതങ്ങൾ അതിൽ ഖുർആനിൽ കാണാം. ഖുർആനിൽ വൈപരീത്യമില്ല, പക്ഷേ മാലകളില് നമ്മൾക്ക് വൈപരീത്യം കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഇനി ഷെയ്ഖ് ജീലാനി പറയുന്ന 1-2 ഇബാറത്തുകൾ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കുകയാണ്. ഷെയ്ഖ് ജീലാനി പറയാണ്, യാ ഫുലാനു ഇജ്അൽ ഖൽബക മസ്ജിദാ, ഒന്നയിലൂടെ പറയുകയാണ്, യാ ഫുലാനു മുസ്ലിം സഹോദര, ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയം ഒരു പള്ളിയാക്കണേ. ലിഅന്നല്ലാഹ തആല ഖാൽ, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞു? സൂറത്ത് ജിന്നിൽ പറഞ്ഞു. എന്താ അല്ലാഹു പറഞ്ഞത്? വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളിയൊക്കെ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ അല്ലാഹി അഹദാ, ആ പള്ളിയിൽ വെച്ച് നീ അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും വിളിച്ചു തേടരുത്. ആ പള്ളിയിൽ വെച്ച് തന്നെ 1000 വട്ടം മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നു. തെറ്റല്ലേ പ്രിയപ്പെട്ടവരെ? അതെ, അതാണ് ശിർക്ക് എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി വീണ്ടും പറയാണ്, തന്റെ ഫുതൂഹുൽ ഗൈബിലൂടെ മുസ്ലിം ഉമ്മത്തിനോട് പറയാണ്, ലാ തസ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തിൽ അഹദിൻ മിൻ ഖൽഖില്ലാ, പരീക്ഷണ ഘട്ടത്തിൽ
ഘട്ടത്തിൽ വിപൽ ഘട്ടത്തിൽ ആപൽ ഘട്ടത്തിൽ നീ അള്ളാഹിനോടല്ലാതെ ആവലാതി ബോധിപ്പിക്കരുത്. ഫഇന്നഹു തീർച്ചയായും കാര്യം ലാ ളാറുൻ ഒരു ഉപദ്രവമില്ല, വലാ നാഫിഉൻ ഒരു ഉപകാരമില്ല, വലാ ഷാഫിഉൻ ഒരു ശുപാർശകനില്ല, വൈറുഹു അല്ലാഹു ഒഴികെ. ഫഅലൈക ബിൽ ഇസ്തിഗാസതി ഇലൈഹി അതുകൊണ്ട് നീ അള്ളാഹിനോട് സഹായം ചോദിക്കണം, അള്ളാഹിനോട് ഇസ്തിഗാസ ചെയ്യണം. എന്നാ അവിടെ എന്താ പഠിപ്പിക്കുന്നത്? മങ്കൂസിലൂടെ പഠിപ്പിക്കുന്ന റസൂലിനെ പഠിപ്പിക്കാനല്ലേ? തെറ്റാകുന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറുൻ നബി. തെറ്റാകുന്ന വാഹനമിൽ അറ്റമില്ലാത്ത തെറ്റിൽ ഞാൻ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നബിയെ തങ്ങളോട് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു എന്നാണ്. ഷക്കാവത്ത് റസൂലിനോടാ ബോധിപ്പിക്കുന്നത്. അല്ലാഹു ഖുർആനിൽ മഹാനായ യാക്കൂബ് നബിയുടെ ഷക്കാവത്ത് പറയുന്നുണ്ട്, ഇന്നമാ അഷ്കൂ ബസ്തി വഹുസ്നി ഇലല്ലാഹ്. എന്റെ മനോവിഷമം, എന്റെ ദുഃഖം, എന്റെ ആവലാതി അല്ലാഹുവിനോട് മാത്രമാണ് ഞാൻ ബോധിപ്പിക്കുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ നഷ്ടപ്പെട്ടപ്പോൾ അള്ളാഹിനെ വിളിച്ച് ആവലാതി ബോധിപ്പിക്കുന്ന മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാമിനെ കാണാം ഖുർആൻ സൂറത്ത് യൂസുഫില്. എന്നാൽ ഒരു സക്കാബത്ത് നബിയോടല്ലേ ബോധിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, മക്കത്ത് ഒരു നേതാവുണ്ട്, നമ്മൾ സഹാബിയുണ്ട്, ഇക്രിമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ തർലിയത്താ ചെല്ലുന്നത്. എന്നാ ഇക്രിമയുടെ ബാപ്പാരാന്ന് അറിയും നമുക്ക്? അബൂജാഹിലാണ്. അബൂജാഹിലിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചെല്ലുന്നത്? ലാനത്താ ചെല്ലുന്നത്. എന്തേ ഇക്രിമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ല ചെല്ലാൻ കാരണം? എന്തേ ഈ അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ലാനത്ത് ചെല്ലാൻ കാരണമുണ്ട്. മക്കയിലെ ജനങ്ങള് ഇസ്ലാം സ്വീകരിച്ചു, ഭൂരിപക്ഷം ആളുകൾ മക്ക ഫതഹായി. ആ സമയത്ത് ഇക്രിമ അടക്കമുള്ള പാരമ്പര്യത്തെ പിൻപറ്റുന്ന ആളുകൾ പറഞ്ഞു, ഇനി നമുക്ക് രക്ഷല്ല, നമ്മൾ നാട് വിട്ടു പോവുക. അങ്ങനെ കപ്പൽ കയറി കപ്പലിൽ പോവാണ്, യാത്ര ചെയ്യാണ്. ആന്തോളനത്തിൽപ്പെട്ടു, തിരമാലയിൽപ്പെട്ടു, കപ്പൽ മുങ്ങാൻ പോകുന്നു. കപ്പലിൽ വെച്ച് ജനങ്ങൾ പറയാണ്, നിങ്ങൾക്ക് രക്ഷ വേണോ? ഇപ്പൊ അള്ളാഹിനെ വിളിച്ചോളി. അപ്പൊ നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അവർ ആ കപ്പലിൽ വെച്ചിട്ട് ഖുർആനാ പറയുന്നത്, കപ്പലിൽ അവർ കയറിക്കഴിഞ്ഞാൽ ഇഖ്ലാസോടെ ആത്മാർത്ഥമായി അള്ളാഹിനെ വിളിച്ചവർ പ്രാർത്ഥിക്കും. കരയിലേക്ക് രക്ഷപ്പെട്ടാൽ അവർ അതാ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുകയാണ്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, കപ്പലിൽ കയറിയ ആ ഇക്രിമ തീരുമാനമെടുക്കാണ്. ആപൽ ഘട്ടത്തിൽ, വിപൽ ഘട്ടത്തിൽ, പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹിനെ വിളിക്കാനാണല്ലോ ജനങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ ഈ കപ്പലിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നാളെ റസൂലിന്റെ അടുക്കൽ പോയി ഷഹാദത്ത് ചൊല്ലും തീരുമാനിക്കാണ്. അങ്ങനെ ഇക്രിമ കപ്പലിൽ രക്ഷപ്പെടുന്നു, റസൂലിന്റെ അടുക്കൽ പോകുന്നു, ഷഹാദത്ത് ചൊല്ലുന്നു. ആപൽ ഘട്ടത്തിൽ അള്ളാഹിനെ വിളിക്കാനാണ് മക്കത്തെ മുശ്രിക്കുകളും പോലും പഠിച്ചത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ മാലയില് മൗലൂദിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയോ? മഹാനായ മമ്പറം തങ്ങളെ വിളിക്കാനാ. മമ്പറം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മമ്പറം മൗലൂദിന്റെ കഥയാണ്. മമ്പറം തങ്ങൾ പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ മരത്തുമാ തെങ്ങുമ്പോ കയറിയിട്ട് ഒരു ചൂട്ട് കത്തിച്ച് കാട്ടിക്കൊടുക്കുന്നു. എന്താ ചൂട്ട് പറഞ്ഞാല്? പഴയ കാലത്ത് ഓലക്കൊടി കെട്ടിയിട്ട് മദ്രസയിലൊക്കെ പോകാൻ വേണ്ടി ഓട്ടക്കൽക്ക് ഓലക്കൊടി കെട്ടിയിട്ട് കത്തിച്ച് മിന്നിപ്പോവും, അതാണ് ചൂട്ട്. ആ ചൂട്ട് കത്തിച്ച് തെങ്ങിന്റെ മുകളിൽ കയറി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്താ തങ്ങളെ കാരണം? ഒന്നുമില്ല, പറഞ്ഞത് കേട്ടാൽ മതി. അങ്ങനെ ചൂട്ട് കത്തിച്ച് കാണിച്ചു കൊടുത്തു, അതാ കപ്പൽ കരക്കണിയുന്നു. എന്തേ കാരണം? മമ്പത്ത് തങ്ങൾ അവർ കാവൽ വിളിച്ചു, അങ്ങനെ കരക്കണിഞ്ഞു കപ്പല് എന്നാണ് കഥ. ഏതിലെ കഥയാണ്? മമ്പറം മൗലൂദിന്റെ കഥയാണ്. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, മക്കത്തെ മുശിക്ക് പോലും കപ്പലിൽ മുങ്ങാൻ നേരത്ത് ആന്തോളനത്തിൽപ്പെട്ടാൽ, തിരമാലയിൽപ്പെട്ടാൽ ആരെ വിളിച്ചു എന്നാ ഖുർആൻ പറഞ്ഞത്? അള്ളാഹിനെ വിളിച്ചു എന്നാണ്. അതെ പ്രിയപ്പെട്ടവരെ, തോണി മറിയാൻ പോകുമ്പോൾ, കപ്പല് മുങ്ങാൻ പോകുമ്പോൾ, പ്രയാസഘട്ടത്തിൽ വിമാനം ചിറകറ്റ് വീഴുമ്പോൾ ആരെ വിളിക്കാൻ പാടുള്ളൂ? അള്ളാഹിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അതാണ് ഖുർആൻ പറഞ്ഞത്. ദുരന്തത്തിലകപ്പെട്ടവൻ അവന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നവൻ ആരുണ്ട്? അല്ലാഹ് കൂടെ മറ്റൊരു ഇലാഹുണ്ടോ? ഖലീലൻ മാ തദക്കറൂൻ.
നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പ്രതിസന്ധി ഘട്ടത്തിൽ, ഘട്ടത്തിൽ, ആപൽ ഘട്ടത്തിൽ നിങ്ങളെ രക്ഷിക്കാനുള്ളത് അള്ളയാണ് എങ്കിൽ എല്ലാ ഘട്ടത്തിലും നിങ്ങൾ അള്ളാനെ മാത്രമാണ് കാവൽ വിളിക്കേണ്ടത്, കാവൽ തേടേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നോക്കൂ, നിങ്ങൾ ആർക്കാണ് ഇവിടെ നേർച്ചേരുന്നത്? ആരെ പേരിലാണ് സത്യം ചെയ്യുന്നത്? മഹാന്മാരുടെ പേരിൽ സത്യം ചെയ്യുന്നില്ലേ? മക്ബറകളിലേക്ക് പോകുന്നില്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാല് ഉടനെ പോകാണ് ഉള്ളാളിലേക്ക്. എവിടെ പോകാണ്? കാലിയറോട്ടേക്ക്. കാലിയറോട് പോയിട്ട് അവിടുത്തെ ദണ്ട് പിടിച്ച് സത്യം ചെയ്യുമ്പോൾ അവന് മുട്ടുപറക്കാണ്. അള്ളാനെ വിളിച്ച് സത്യം ചെയ്യുമ്പോ ഒരു പേടിയില്ല. ഖുർആനാണ് സത്യം, 100 വട്ടം സത്യം. അള്ളാണ് സത്യം, 100 വട്ടം സത്യം. എന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഇങ്ങോട്ട് വാ, കാലിയറോട്ട് ഇങ്ങോട്ട് വാ, അവിടുത്തെ ദണ്ടെന്ന് പിടിച്ച് എനിക്ക് സത്യം ചെയ്യാൻ തരുന്നുണ്ടോ? അപ്പൊ അവന്റെ മുട്ട് പറച്ചു. അള്ളാനെയാണോ പേടി? അതല്ല ഔലിയാക്കളാണോ പേടി? അവൻ ഔലിയാക്കളെയാണ് പേടിക്കുന്നത്. അള്ളാനേക്കാൾ പേടിക്കുന്നത് മഹാന്മാരെന്ന് പറയപ്പെടുന്നവരല്ലേ പേടിക്കുന്നത്. അതെ, നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനോട് ഏറ്റവും ഹുബ്ബുള്ളവർ, വിശ്വാസികൾക്ക് ഏറ്റവും ഹുബ്ബുണ്ട്. എന്നാൽ അള്ളാഹു അല്ലാത്തവർക്ക് ഹുബ്ബ് അല്ലാത്തവരോടാണ്. അള്ളാഹു അല്ലാത്തവരെ പേടിക്കുന്നത്, അള്ളാഹു അല്ലാത്തവരെ ഭയപ്പെടാണ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സത്യം ചെയ്യുന്നു. അള്ളാഹ് അല്ലാത്തവരെ വിളിച്ച് ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു എന്നാണ് ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇനി ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താണ്. സുന്നത്ത് രണ്ടാമത്തെ വിഷയമാണ്. സുന്നത്ത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു ഉദാഹരണം പറയാം. ഒരാൾക്കൊരു മാനസിക പ്രശ്നം ഉണ്ടായി, പ്രയാസം ഉണ്ടായി. ഉസ്താദിന്റെ അടുക്കൽ ചെന്നു. ഉസ്താദ് പറഞ്ഞു, നീ ഉറങ്ങാൻ നേരത്തെ ഖുൽ ഹുവല്ലാഹ് 101, അതേപോലെ ആയത്തുൽ കുർസി 51, അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹ് 55, അൽഹംദുലില്ലാഹ് 58, അതേപോലെ തന്നെ ഹയാ ഹയ്യു യാ ഖയ്യൂം 201. അവൻ അത് ചൊല്ലി കിടക്കാണ്. മറ്റോ ഉസ്താദിന്റെ അടുത്ത് പോയി, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. അവനോട് ഉസ്താദ് പറയാണ്, ഞാൻ ഉറങ്ങാൻ നേരത്തെ യാസീൻ 55, അതേപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം 101, ഖുൽ ഹുവല്ലാഹ് 501, ഇഖ്ലാസ് 501, അതേപോലെ തന്നെ മുഅവ്വിദത്തൈനി 501. അവൻ അത് ചൊല്ലി കിടന്നു. അപ്പോ റസൂൽ പഠിപ്പിച്ച, ഉറങ്ങാൻ നേരത്തെ പഠിപ്പിച്ച റസൂൽ പഠിപ്പിച്ച സുന്നത്ത് എന്താ? റസൂൽ പഠിപ്പിച്ച സുന്നത്ത് ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, ആയത്തുൽ കുർസി, ആമന റസൂലു ഓതി കയ്യിലോതി ശരീരത്തിൽ തടവാൻ പറഞ്ഞു. എന്നിട്ട് സുബ്ഹാനല്ലാഹ് 33 പറഞ്ഞു, അൽഹംദുലില്ലാഹ് 33 പറഞ്ഞു, അല്ലാഹു അക്ബർ 34 പറഞ്ഞു. എന്നിട്ട് ബിസ്മിക അല്ലാഹുമ്മ ഹയ്യാ വ അമൂതു എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതല്ലെങ്കിലോ ബിസ്മിക റബ്ബി വലാതു ജംബി വബിക റഫാഹു ഇന്നം സക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൽഹാ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ. ഈ ദുആ ചെയ്യി കിടക്കാൻ പറഞ്ഞു. ഉറക്കം വരുന്നില്ലേ? ഇത് ചൊല്ലിക്കോ, തബാറക ചൊല്ലിക്കോ, അലിഫ് ലാം മീം സദ ചൊല്ലിക്കോ. ഇതാണ് റസൂൽ പഠിപ്പിച്ച സുന്നത്ത്. ആ സുന്നത്ത് വിട്ടു. ആറ് സുന്നത്താ എടുത്തത്? വല്ലിപ്പാടെ സുന്നത്ത്. ആറ് സുന്നത്താ മറ്റോടുത്തത്? ഓന്റെ ഉസ്താദിന്റെ സുന്നത്ത്. ആറ് സുന്നത്താ മറ്റോടുത്തത്? ഓൻ മറ്റോ ഉസ്താദിന്റെ സുന്നത്ത്. സുന്നത്ത് വിട്ടു. അപ്പൊ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചതുപോലെ, ഒരു കുടത്തിൽ വെള്ളം നിറച്ചതുപോലെയാണ്. നമ്മളെ വകാണ്ട് സുന്നത്ത് ഒഴിച്ചു കൊടുത്താൽ എന്തായി? നിലവിലെ വെള്ളത്തിന് പുറത്തു പോയി, ഇവിടെ വേറെ വെള്ളം ചേർന്നു. നമ്മുടെ സുന്നത്ത് ചേർന്നു, റസൂലിന്റെ സുന്നത്ത് പോയി. ഇതാണ് നിറഞ്ഞ വെള്ളം പോലെയാണ് റസൂല്. തൂവെള്ള പ്രകാശത്തിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നരകത്തിനകറ്റുന്ന ഒറ്റ കാര്യവും നിങ്ങളോട് പറയാതെ പോയിട്ടില്ല. സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒറ്റ കാര്യവും നിങ്ങളോട് ഞാൻ പറയാതെ പോയിട്ടില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്. ആ പ്രിയപ്പെട്ടവരെ, സുന്നത്ത് എന്നൊക്കെ പറയുമ്പോ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാൻ പറ്റിയതല്ല ഇബാദത്തുകൾ ഒന്നും. അതൊക്കെ എന്താണ്? തൗഖീഫി എന്ന് പറയാ. തൗഖീഫി എന്ന് പറഞ്ഞാൽ മാ വഖഫ അല സ്വഹാബ മാ വഖഫ അല റസൂൽ. റസൂലിന്റെ സുന്നത്തിൽ നിൽക്കുക, സഹാബത്ത് പഠിച്ചോടത്ത് നിൽക്കുക. അതാണ് തൗഖീഫി. ദിക്റുകളൊക്കെ എണ്ണം എപ്പ പറഞ്ഞു, എണ്ണം, വണ്ണം, സമയം, എത്ര എണ്ണം എന്ന് പറഞ്ഞു, ആ എണ്ണ പ്രകാരമാണ് ചെയ്യേണ്ടത്. ഇല്ലാമൻ സാദ വർദ്ധിപ്പിച്ചവൻ ഒഴികെന്ന് പറഞ്ഞ ചില സമയത്ത് അതാ വർദ്ധിപ്പിക്കാം. അവിടെ സുബ്ഹാനല്ലാഹ് 100 പറഞ്ഞു, അൽഹംദുലില്ലാഹ് 100 പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു 100 പറഞ്ഞു, അതേപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് 100 പറഞ്ഞു. ഇതൊക്കെ രാവിലെയും വൈകുന്നേരം 100 വട്ടം പറഞ്ഞു. അതൊക്കെ നമുക്ക് 100 വട്ടം എണ്ണം കണക്കാക്കി ചെല്ലാം. എണ്ണം കണക്കാക്കാതെ നമുക്കത് വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ഇല്ലാമൻ സാദ വർദ്ധിപ്പിച്ചനൊഴികെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണോ റസൂൽ പഠിപ്പിച്ചത്, എങ്ങനെയാണോ സഹാബ പഠിപ്പിച്ചത്, അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ.
മഹാനായ ഷെയ്ഖ് ജീലാനി പഠിപ്പിച്ചു, അതിനെ വിശദീകരിച്ചു. അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ് വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹ്. എന്റെ സഹാബത്ത് എവിടെ നിലകൊണ്ടോ അതാണ് സുന്നത്ത്, അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. അത് കൃത്യമായി നമ്മൾ പഠിക്കണം. അത് ഏതെങ്കിലും ഒരു കൊല്ലത്തില് റസൂലിന്റെ പേരും പറഞ്ഞ് റോട്ടിൽ കൂടെ റാലി നടത്തിയാൽ സുന്നത്താകില്ല. പ്രിയപ്പെട്ടവരെ, റസൂലിനോട് സുന്നത്ത് എന്ന് പറഞ്ഞാൽ മൻ ഹബ്ബ സുന്നത്തി ഫഖദ ഹബ്ബനി. എന്റെ സുന്നത്തിനെ ആര് പിൻപറ്റിയോ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. വമൻ ഹബ്ബനി, അങ്ങനെ എന്റെ സുന്നത്തിനെ ആര് സ്നേഹിച്ചോ, അങ്ങനെ എന്നെ ആര് സ്നേഹിച്ചോ കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം സാബിയുടെ ഒരു കവിത പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തഅസിൽ ഇലാഹ വ അൻത തസ്ഉമു ഹുബ്ബഹു ഹാദാ ലഅംരി ഫിൽ ഖിയാസി ബദീഉ. നീ അല്ലാഹനെ ധിക്കരിക്കുന്നു, ഇത് അല്ലാഹനെ സ്നേഹിക്കുന്ന പറയാണ്. ഇത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നീ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ നീ അനുസരിക്കും. തീർച്ചയായും സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്നവൻ അനുസരിക്കും. അപ്പൊ റസൂലിനുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റലാണ്, റസൂലിനെ അനുസരിക്കലാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് വെച്ച കാൽപ്പാടുകളിലൂടെ അദ്ദേഹം 1000 അടി വെച്ചിട്ടുണ്ടെങ്കിൽ 100 അടി 10 അടി 25 അടി നിങ്ങൾക്ക് വെക്കാൻ കഴിയോ? അതാണ് അദ്ദേഹത്തോടുള്ള സ്നേഹം. അതല്ലാതെ ഈ കാട്ടിക്കൂട്ടലൊന്നും മഹാന്മാരോടുള്ള സ്നേഹമല്ല, മുഹബ്ബത്തല്ല. സുന്നത്തിനെ നമ്മൾ പിൻപറ്റാൻ വേണ്ടി ശ്രമിക്കണം, നിങ്ങൾ പഠിക്കണമെന്നാണ്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വാഴ വെക്കുമ്പോ ആ വാഴ എപ്പ വെക്കണം, എങ്ങനെ വളം, എങ്ങനെ യൂറിയ, എങ്ങനെ പൊട്ടാഷ് എങ്ങനെ കൊടുക്കണം, എങ്ങനെ ഓണാകുമ്പോഴേക്ക് ക്രിസ്മസ് ആകുമ്പോഴേക്ക് എങ്ങനെ ആ വാഴ ഒന്നാം തരം കൊലയായി മാറണം. 1000 കണ്ണാണ്, 1000 കാതാണ്, 1000 നാവാണ്, ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊള്ളും. കടയിൽ പോയി തക്കാളി വാങ്ങുമ്പോ, ഒരു പേന വാങ്ങുമ്പോ, ഒരു ടവല് വാങ്ങുമ്പോ എടുത്തിട്ട് അങ്ങോട്ടോട്ട് മറിച്ച് നോക്കിയല്ലേ പോർങ്ങടുണ്ടോ എന്ന് നോക്കിയിട്ടല്ലേ എടുക്കുള്ളൂ. ആ ബുദ്ധി ദീനിന്റെ വിഷയത്തിൽ നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. ഹക്കും ബാത്തിലും മനസ്സിലാക്കാൻ വേണ്ടി 1000 ചോദ്യം, 1000 കണ്ണുമായി, 1000 കാതുമായി, 1000 ചോദ്യങ്ങളുമായി ഹക്കും ബാത്തിലും പഠിക്കാൻ നിങ്ങൾ സന്നദ്ധരാവണം. ഞാൻ ഈ ഉസ്താദുമാരുടെ മുഴുവൻ പ്രഭാഷണങ്ങൾ, ഹക്കും ബാത്തിലും തിരിക്കുന്ന പ്രഭാഷണങ്ങൾ, പേരോടിന്റെയും അലവി സഖാഫിയുടെയും കല്ലൂരിന്റെയും അതുപോലെ തന്നെ അമ്പലക്കടവിന്റെയും എല്ലാ പ്രഭാഷകരുടെയും പ്രഭാഷണം കേട്ട്, സലഫികളുടെ പ്രഭാഷണവും കേട്ട് താരതമ്യം ചെയ്ത് പഠനം നടത്തിയിട്ടാണ് സലഫിന്റെ പാതയാണ് ശരിയെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോളയും. അള്ളാന്റെ മുമ്പില് ഞങ്ങൾക്ക് നേര് കിട്ടിയില്ലാന്ന് പറയാൻ ഒരവസരവും ഇന്ന് ജീവിക്കുന്ന മനുഷ്യന്മാർക്കില്ല. ബുദ്ധി ഉപയോഗിക്കുക, ആരുടെ കാൽച്ചോട്ടിലും ബുദ്ധി പണയം വെക്കാതെ, നിങ്ങൾ മുട്ടും കാല് കൊണ്ട് ചിന്തിക്കാതെ, ആമാശയം കൊണ്ട് ചിന്തിക്കാതെ, ഒരു തമ്പ്രാന്റെയും ഒരു ശേഖന്റെയും ഒരു മൂലയുടെയും ഒരു കേദറാവിന്റെയും കാൽച്ചോട്ടിൽ ബുദ്ധി പണയം വെക്കാതെ അള്ളാഹ് തന്ന ബുദ്ധി കൊണ്ട് ഹക്കും ബാത്തിലും ചിന്തിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ സന്നദ്ധരാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് സമർപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.